അതുണ്ടായി 8-ാം ദിവസം ഐക്യം പൊളിഞ്ഞു. അന്ന് ഐക്യം വേണ്ടെന്ന പ്രമേയം അവതരിപ്പിച്ചത് താൻ തന്നെ എന്ന് പറഞ്ഞത് NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ്. അദ്ദേഹം അക്കാര്യങ്ങൾ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കി. ഇന്ന് വീണ്ടും സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടു. അതും വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെ ഐക്യം പൊളിഞ്ഞതിന്റെ കാരണങ്ങൾ ഒന്നുകൂടി ദൃഢമാക്കി വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഐക്യം പൊളിഞ്ഞ അന്നു തന്നെ ഹൈ ഫൈവ് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഈ പൊളിയലിന്റെ പ്രധാന കാരണം പത്മ പുരസ്കാരമായിരിക്കാമെന്ന്. ഇന്ന് സുകുമാരൻ നായരും പറയുന്നു, ശ്രമിച്ചിരുന്നുവെങ്കിൽ തനിക്കും പത്മ പുരസ്കാരം കിട്ടുമായിരുന്നു എന്ന്. പത്മ കൂടി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഐക്യനീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയം തെളിഞ്ഞതെന്ന് സുകുമാരൻ നായർ ഇതാ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഹൈ ഫൈവ് പരിശോധിക്കുന്നു. പൊളിഞ്ഞതിന് പിന്നിൽ പത്മ തന്നെയോ? ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകളാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. എന്നാൽ സുകുമാരൻ നായരെ നോവിക്കാതെ ഇപ്പോഴും ഐക്യത്തിനായി വാതിൽ തുറന്നിട്ടുള്ള പ്രതികരണമായിരുന്നു ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. പാപഭാരം മുഴുവൻ ഇന്ന് ചാർത്തിയത് NSS ഡയറക്ടർ ബോർഡിന് മുകളിലാണ്. G. സുകുമാരൻ നായർ നിഷ്കളങ്കൻ, ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയം ഇല്ല എന്ന ഉറച്ച സ്വരത്തിൽ വെള്ളാപ്പള്ളി പറയുകയും ചെയ്തു. ആ പ്രതികരണം കൂടി. സുകുമാരൻ നായരെ അദ്ദേഹം നല്ല മനുഷ്യനാണ്, ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണല്ലോ ഈ ഐക്യത്തെ പറ്റി പറയുമ്പോൾ രണ്ടു കൈ നീട്ടി പറയുകയും എനിക്ക് എതിരായി പറഞ്ഞ വളരെ നിഷ്കരണം അങ്ങേര് വണ്ടി കയറ്റിയതിനും അയാൾക്ക് എതിർത്തവരെല്ലാം നിഷ്കരണം അങ്ങേര് വിമർശിച്ചില്ലേ. ഇപ്പൊ അദ്ദേഹം മാറി പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല, മാറ്റി പറയേണ്ടി വന്നു. അതാരാണ്? NSSന്റെ സെക്രട്ടറിയാണ് പറഞ്ഞത്. മറ്റൊന്ന് മിസ്റ്റർ സുകുമാരൻ നായർ പറഞ്ഞതാണ്. NSS ബോർഡ് കൂടുമ്പോൾ ബോർഡിന്റെ തീരുമാനം പറയേണ്ടത് ആരാണ്? ബോർഡിന്റെ സെക്രട്ടറി അല്ലേ? അതെ. ഞാനതിന് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആണ് ആദ്യത്തത്, അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി. പക്ഷെ ശക്തി പോയത് ബോർഡ് കൂടിയപ്പോഴാണ്. പക്ഷെ അതിനകത്തുള്ള രാഷ്ട്രീയക്കാര് രാഷ്ട്രീയപരമായി ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അതായത് ഐക്യനീക്കം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് അല്ലെ? ശ്രമം തുടരും എന്നല്ല, അതല്ല ശ്രമം എന്നല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ പുളിച്ചു പൂക്കും. യെസ്, അതാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ആ പുളിഞ്ചി പൂക്കുമെന്ന് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ വിശ്വസിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി തത്സമയം നമുക്കിപ്പോൾ ഉണ്ട്. പ്രസാദ്, ഗുഡ് ഈവനിങ്. എന്തുകൊണ്ട് ഐക്യമില്ല? കാര്യകാരണങ്ങൾ നിരത്തി പറയുന്നു സുകുമാരൻ നായർ. എന്നാൽ സുകുമാരൻ നായരെ നോവിക്കാതെ ഐക്യത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ആ പുളിഞ്ചി പൂക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ എന്താണ് പ്രസാദ്? ഗുഡ് ഈവനിങ് സതിലക്ഷ്മി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പത്മ പുരസ്കാരം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നതാണ് സുകുമാരൻ നായർ പറയാതെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംഭവത്തിന് ശേഷം ആണ് ഈ പത്മ പുരസ്കാരം ലഭിക്കുന്നത്, പത്മഭൂഷൺ ലഭിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ചിലത് എന്തോ നടന്നിട്ടുണ്ട്, അതായത് BJPയുടെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത്. അത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് സുകുമാരൻ നായർ പറയുന്നത്,
തുഷാർ വെള്ളാപ്പള്ളി ഒരു നേതാവാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, BDGSന്റെ നേതാവാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് SNDP NSS ഐക്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനകത്തൊരു രാഷ്ട്രീയ നിറം വരും. അത് NSSന്റെ നിലവിലുള്ള സമദൂര സിദ്ധാന്തം എന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാദത്തിൽ നിൽക്കുന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ തുടക്കത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, അതായത് വീണ്ടും NSS SNDP ഐക്യം എന്ന വാദം ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വന്ന് കാണും എന്ന് പറയുന്ന സമയത്തും വരട്ടെ, താനൊരു മകനെ പോലെ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് പറയുന്നു. പിന്നീട് ഇന്നിപ്പോൾ നമ്മളോട് രാവിലെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ കാര്യം പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വരട്ടെ എന്നുള്ളതാണ്. ഒരു തരത്തിൽ പോലും തുഷാറിനെ എതിർപ്പായിട്ട് ഒരു എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല. ഏതെങ്കിലും മുതിർന്ന നേതാക്കളെ വിട്ടൂടെ എന്നുള്ളൊരു അഭിപ്രായവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം സുകുമാരൻ നായർ ഒപ്പമായിരുന്നു. പിന്നീട് ഡയറക്ടർ ബോർഡ് ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയമായി മാറിയത്. ആ ഡയറക്ടർ ബോർഡിലെ ആളുകളുടെ രാഷ്ട്രീയ താല്പര്യം കൂടി അതിലേക്ക് വന്നു എന്നത് വെള്ളാപ്പള്ളി പറയുന്നത്. ഇതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് അദ്ദേഹം പറയുന്നത്, അതല്ല, ഞാൻ തന്നെയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഞാൻ തയ്യാറാക്കിയ പ്രമേയം ഡയറക്ടർ ബോർഡിൽ അംഗീകരിക്കുകയും അത് അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന കാരണങ്ങളായി അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന അതായത് വരുന്നൊരു തുഷാർ വരുമെന്ന് പറയുന്നു, ആ പറഞ്ഞ സമയത്ത് വരുന്നില്ല, കുറച്ച് ഡിലേ ഉണ്ടാകുന്നു, അതിനുശേഷം ഇതിനിടയിൽ പത്മഭൂഷൺ വരുന്നു. അപ്പോൾ ഇതിനിടയിൽ ചിലതെല്ലാം നടക്കുന്നു എന്നൊരു തോന്നൽ തനിക്കുണ്ടാകുന്നു, ഒരു ഉൾവിളി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് BJPയുടെ അദൃശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വരുന്നു. അങ്ങനെയാണ് നിന്ന് പൂർണ്ണമായും പിന്മാറുന്നത് എന്നുള്ളതാണ്. എന്തായാലും പത്മ ഇതിനകത്തൊരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അതൊരു ഘടകമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐക്യമുണ്ടാകുമോ എന്നുള്ളതെല്ലാം എന്തായാലും ഐക്യമായി ചർച്ചയില്ല എന്നുള്ളത് NSS വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയാണ് ഐക്യമെന്ന് പറയുന്നു. പക്ഷേ അത് ആ രീതിയിലേക്ക് പോകുമെന്ന് നമുക്കിനി കരുതാൻ കഴിയില്ല. കാരണം ഇത് രണ്ടാം വട്ടമാണ്. ആദ്യ വട്ടം നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ശ്രമം പാടെ പരാജയപ്പെട്ടതാണ്. അതിനുശേഷമാണ് വീണ്ടും VD സതീശനെതിരെ രണ്ടുപേരും ഒരുമിച്ച് വരികയും അത് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോവുകയും അതിപ്പോൾ പാളിപ്പോകുന്ന ഒരു ആദ്യഘട്ട ചർച്ച പോലും നടക്കാതെ പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ നിന്ന് ഇപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ ഈ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ സമയത്ത് വെള്ളാപ്പള്ളി ഉപയോഗിച്ച വാക്കുകളായിരുന്നില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നത്. വളരെ മിതത്വത്തോടെ വളരെ കരുതലോടെയുള്ള പരാമർശങ്ങളും പറച്ചിലുമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത്. മാത്രമല്ല വാതിൽ തുറന്നിട്ടിരിക്കുന്നു, പുളിഞ്ചി പൂക്കുമെന്ന് പറയുന്നു. പക്ഷേ NSSന്റെ നിലപാടതല്ല. ഓക്കെ പ്രസാദ്, അപ്പൊ നോക്കാം ഇനിയിപ്പം എങ്ങനെയാണ് ഈ ഐക്യം ഇനി അടുത്തൊന്നും തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇപ്പൊ പ്രസാദ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ VD സതീശന്റെ കാര്യത്തിൽ രണ്ടുപേരും ഇപ്പോഴും ഒരേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഐക്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നേതാക്കൾ